ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളർ എങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നിർമ്മിച്ചെടുക്കാം എന്ന് നോക്കാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 16 ആംപിയർ ഉള്ള ഒരു സിംഗിൾ പോൾ സ്വിച്ചാണ്. മോട്ടോറിൻ്റെ DP സ്വിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായി സ്വിച്ചിൻ്റെ കൺട്രോളർ ഭാഗത്തായിട്ട് നമുക്ക് നീളമുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്കെയിൽ പോലെ എടുത്തതിന് ശേഷം അതിൻ്റെ അഗ്രഭാഗത്ത് ഇതുപോലൊരു ഹോൾ ഇടണം. ചെറിയൊരു കയർ അതിലൂടെ ഇറങ്ങി വരാൻ എന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഹോൾ വലുതാക്കിയെടുക്കാം. ഈ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ PVCയുടെ ഒരു സ്കെയിൽ ആകൃതിയിലെടുത്തിരിക്കുന്ന ഈ പീസ് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ സ്വിച്ച് ഒട്ടാതെ നോക്കണം. വളരെ ഫ്രീ ആയിട്ട്. ഇതിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പവർ ലിവറേജ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ലെങ്ത്തിലിടണം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഒരു ബോട്ടിലെടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതിയോളം വെള്ളം നിറച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ടാങ്കിൻ്റെ ഉൾഭാഗത്ത് ഒരു കയർ ഉപയോഗിച്ച് ഇതിനെ കെട്ടിയതിന് ശേഷം ടാങ്കിലേക്ക് ഇറക്കി വയ്ക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കെട്ടിയെടുക്കുക. ഈ വെള്ളം നിറച്ച ബോട്ടിൽ നമുക്ക് ടാങ്കിലേക്ക് ഇടാം. ഇതുപോലെ ടാങ്കിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നിറയുന്നതിനനുസരിച്ച് ഈ ബോട്ടിൽ പൊങ്ങി വരികയും ചെയ്യും. താഴുന്നതിനനുസരിച്ച് ഈ ബോട്ടിൽ താഴുകയും ചെയ്യും. ബോട്ടിൽ താഴുന്നതിനനുസരിച്ച് ഈ കയർ ഇതിലേക്ക് വലിക്കുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ താഴെ വെച്ചിട്ടുള്ള കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് താഴോട്ട് ഇവിടെ ഒരു നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്വിച്ച് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫേസ് കേബിളിൽ നമുക്ക് ഇതിൻ്റെ കൺട്രോളർ സെറ്റ് ചെയ്യാം. സീരിയലായിട്ടാണ് നമ്മൾ ഈ കൺട്രോളർ സെറ്റ് ചെയ്യുന്നത്. ഇതൊരു ബോക്സ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭിത്തിയിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു എൽ ക്ലാമ്പ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് നല്ലൊരു പൊസിഷനിൽ തന്നെ ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്തെടുക്കാം. ഈ സ്വിച്ച് താഴെ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഈ ഭിത്തിയിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. താഴേക്ക് സ്വിച്ചിൻ്റെ കൺട്രോൾ ആവുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ഫിറ്റിങ്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ബോട്ടിലെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച വെള്ളത്തിൻ്റെ ഏകദേശം അതേ വെയിറ്റിൽ തന്നെ നമുക്ക് ഇവിടെ ഈ ജാറിലേക്ക് കുറച്ച് കല്ലിട്ട് നിറച്ചതിന് ശേഷം അത് താഴെ ഭാഗത്തായിട്ട് കെട്ടിവെക്കാം. നമ്മൾ നേരത്തെ ഇട്ട ഹോളിലൂടെ ആയിരിക്കണം ഈ കയർ താഴേക്ക് വരേണ്ടത്. ഇവിടെയാണ് ഓൺ ഓഫ് സിസ്റ്റം നടക്കുന്നത്. ടാങ്കിൽ ഫുള്ളായിട്ട് വെള്ളമുണ്ടെങ്കിൽ ഇത് താഴ്ന്നിരിക്കും എന്നാണ്. ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം വരുന്നത്. ഓണും ഓഫും ഇതുപോലെ നമുക്ക് ഇവിടെ ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യിച്ച് നോക്കാം. വെള്ളം നിറയുന്നതനുസരിച്ച് നമ്മളുടെ ബോട്ടിൽ പൊങ്ങി വരികയും താഴേക്ക് വരുന്ന ആ കയർ താണുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ വെള്ളം നിറഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു പൊസിഷനിലായിരിക്കും ഈ സിസ്റ്റം നിൽക്കുക. ഇതുപോലെയാണ് മോട്ടോർ ഓഫാകുന്നത്. കമ്പ് തട്ടുകയും അത് താഴുകയും ചെയ്യുന്നു. ആ രീതിയിൽ മോട്ടോർ ഓഫാവും. ഇത് നേരെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ്
വെള്ളം തീരുമ്പോൾ ഇത് പൊങ്ങി വരികയും ഈ സ്വിച്ചിലേക്ക് ഓൺ പൊസിഷനിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ മോട്ടോർ ഓൺ ആവുകയും വെള്ളം നിറയുന്നതിനനുസരിച്ച് ഈ കയർ താണു വരികയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോയിന്റിലേക്ക് ഇത് തട്ടുകയും മോട്ടോർ ഓഫ് ആവുകയും ചെയ്യും. ഇതുപോലെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളർ സിമ്പിളായിട്ട് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.